എനിക്ക് ഒന്നാമത് ഈ LGBTQ സാധനം മനസ്സിലായിട്ടില്ല. ഐ കോൾ ദം ട്രാൻസ്പ്ലാന്റേഴ്സ്. അതൊരു വലിയ ഒരു മാഫിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ എൻട്രി പ്രഭാഷണത്തിനകത്ത് അനീഷ് പറയുന്നുണ്ടല്ലോ, പിന്നെ പുരുഷന്മാരുടെ അവകാശത്തിന് വേണ്ടി പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അതൊക്കെ ഞാൻ അകത്തി എന്നിട്ട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അത് കണ്ടു. പക്ഷേ ആ ഇൻട്രോയില് മാത്രം ഉണ്ടായില്ല, അങ്ങനത്തെ ഉണ്ടായില്ല ഒന്നും. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള എടുത്ത ക്രൈറ്റീരിയ എന്ത് എനിക്ക് തോന്നുന്നു ആ സമയത്ത് എന്നുള്ള രീതിയിലേക്ക് കൂടുതലും നമ്മുടെ ഷോ എന്റർടൈനർ എന്നുള്ള രീതിയിലേക്ക് ആണോ അല്ല. ഞാൻ എന്ത് എന്റർടൈനർ, എന്നെ അവരെടുത്ത് ഭയങ്കര ഒരു നെഗറ്റീവ് ആൻഡ് റൂഡ് ആൻഡ് റൗഡി പേഴ്സൺ എന്നുള്ള നിലയ്ക്കാണ്. ഭാര്യയും പോകുന്നതിന് മുമ്പ് എന്നെ കണ്ടിരുന്നു. അതിന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അനു എന്റെ അടുത്ത് കയറുന്നതിന് മുമ്പ് ബിഗ് ബോസ് പറഞ്ഞു, നീ ഒരുപാട് പൈസക്ക് ജോലി ചെയ്യുന്ന ആ എമൗണ്ട് ഒരു തരത്തില്ല, നിനക്ക് തന്നിട്ടുള്ള പൈസയുടെ വർക്ക് കൊടുത്താൽ മതി എന്നാണ് അവരെന്റെ അടുത്ത് പറഞ്ഞിട്ട്. പൈസ കൂടുതൽ അഭിനയിക്കുന്നത് അവരെന്നോട് പറഞ്ഞത് ഇവർ ടാസ്ക് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ജനറൽ സാധനങ്ങൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്റെ അടുത്ത് റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ റോസ്റ്റിംഗ് ഭയങ്കര റൂഡാണ്. അൾട്ടിമേറ്റ്ലി അതിനകത്ത് കണ്ടന്റ് കൊടുക്കാൻ കേപ്പബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര മാനസിക എന്താ പറയുന്ന ശക്തി ഉപയോഗിച്ച് അതിനകത്ത് സർവൈവ് ചെയ്യണം നിന്ന്. അനീഷ് ഒരു കാര്യമില്ലാതെ വെറുതെ ഇൻസൾട്ട് ചെയ്തത് അനുമോളെ. അനുമോളെ എന്നല്ലാതെ ആരെയാലും നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് അതേ നാണയത്തിൽ കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ ഞാനല്ലാതായി പോയാലും. അതെ,